വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്കിന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത്, നീ ഒരു അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ടും വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കാം. എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട്, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ചു ആ ക്ഷണിച്ചവരോട്, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടുന്ന ആവശ്യമുണ്ട്. എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു. എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങി വന്ന് യജമാനനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ, യജമാനെ കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കുക. ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എൻ്റെ അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു കല്യാണ സദ്യയോ ബർത്ത്ഡേ പാർട്ടിയോ നടത്തുന്നു എന്ന് കരുതുക. സുഹൃത്തുക്കളെയും അയൽക്കാരെയും ബന്ധുക്കളെയും നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ചടങ്ങിലും സദ്യയിലും പങ്കെടുക്കാനെത്തി. ആ സമയത്ത് സദ്യയിൽ പങ്കെടുക്കാൻ വന്ന ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് ഇങ്ങനെ പറയുകയാണ് എന്ന് കരുതുക, നിങ്ങൾ ഇങ്ങനെയല്ല ചടങ്ങ് നടത്തേണ്ടത്. ഈ വന്ന ആളുകളെ ഒന്നുമല്ല സദ്യയ്ക്ക് ക്ഷണിക്കേണ്ടത്. ഇനിയൊരു സദ്യ നടത്തുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും ഒന്നും വിളിക്കരുത്. ഇത് കേട്ടാൽ നിങ്ങൾക്കെന്തു തോന്നും? ഈ പറയുന്നയാളെ ഇനി ഒരു ചടങ്ങിനും വിളിക്കരുതെന്നല്ലേ തോന്നുക? ഞാൻ ആരെ വിളിക്കണം വിളിക്കേണ്ട എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? എന്നാൽ ഇത്തരത്തിലുള്ളൊരു സംഭവമാണ് യേശുവിനെ ഒരു പരീശൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചപ്പോൾ ഉണ്ടായത്. യേശു ക്ഷണം ലഭിച്ച് സദ്യയ്ക്ക് വന്നവരെ നോക്കിയിട്ട് സദ്യ നടത്തിയ ആളോട്, ഇതിനൊക്കെ പണം മുടക്കിയ ആളോട് പറയുന്നത് ഇങ്ങനെയാണ്, നീ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ടും വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരമുണ്ടാകും. ഈ പരീശ പ്രമാണി ഇത്തരത്തിൽ ഒരു സദ്യ നടത്തിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ യേശു ഈ പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാകൂ. യഹൂദന്മാരുടെ വിശ്വാസപ്രകാരം ഭൗതിക സമ്പത്ത് ദൈവപ്രസാദത്തിൻ്റെ ലക്ഷണമാണ്. സമ്പത്തുള്ളവർ മറ്റുള്ളവർക്ക് കൊടുത്താൽ, ഭക്ഷണമോ സംഭാവനയോ കൊടുത്താൽ അവർക്ക് ദൈവാനുഗ്രഹം ലഭിക്കും എന്നും അവർ വിശ്വസിച്ചിരുന്നു. പരീശ പ്രമാണി നടത്തിയ ഈ സദ്യയുടെ ഉദ്ദേശം വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, അതിൽ കൂടി ദൈവപ്രസാദം നേടുക എന്നതായിരുന്നു. ഇവിടെയാണ് യേശു പറഞ്ഞതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. പരീശ പ്രമാണി സദ്യ നടത്തിയതിൻ്റെ ശരിയായ ഉദ്ദേശം
യേശുവിനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശു പരീശ പ്രമാണിയോട് നേരിട്ട് ഇങ്ങനെ സംസാരിച്ചത്. അയാൾ സദ്യയ്ക്ക് ക്ഷണിച്ചവരെല്ലാം അയാളുടെ സാമൂഹ്യ നിലവാരത്തിന് ചേരുന്നവരായിരുന്നു. അവരുടെയൊക്കെ വീട്ടിലെ കല്യാണത്തിനും ബർത്ത്ഡേ പാർട്ടിക്കും എല്ലാം അവർ ഈ പരീശ പ്രമാണിയെ ക്ഷണിക്കും. അതുകൊണ്ട് അവരെ തിരിച്ച് തൻ്റെ വീട്ടിലെ ചടങ്ങിന് ക്ഷണിക്കുക സ്വാഭാവികം മാത്രം. യേശു ഇതിനെപ്പറ്റിയാണ് പരീശ പ്രമാണിയോട് സംസാരിക്കുന്നത്. നിനക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് തിരിച്ച് ഉപകാരം ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദമുണ്ടാക്കുന്നതല്ല. തിരികെ ഉപകാരം ചെയ്യാൻ സാധിക്കാത്തവർക്ക് നീ ഉപകാരം ചെയ്താൽ അതിലാണ് ദൈവം പ്രസാദിക്കുന്നതും അതിലാണ് ദൈവം പ്രതിഫലം നിനക്ക് നൽകുന്നതും. യേശു തിരികെ ക്ഷണിക്കാൻ സാധിക്കാത്തവരുടെ ഒരു ലിസ്റ്റും പറയുന്നു. ദരിദ്രർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കാനാണ് യേശു പറയുന്നത്. ദാവീദ് രാജാവ് മുടന്തർ വീട്ടിൽ വരാൻ പാടില്ലെന്ന് ഒരു നിയമം തന്നെ ഉണ്ടാക്കിയിരുന്നു. ഈ കൂട്ടർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നത് കൊണ്ട് ഈ ഭൂമിയിൽ യാതൊരു പ്രയോജനവുമില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെ അവരെ സഹായിക്കണമെന്നാണ് യേശു പറഞ്ഞത്. ദരിദ്രരും അംഗഹീനരുമായവരെ പറ്റി ദൈവത്തിന് കരുതലുണ്ട്. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ന്യായപ്രമാണത്തിൽ ദരിദ്രന്മാരെ കരുതുകയും സഹായിക്കുകയും ചെയ്യുന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി വിചാരിക്കുന്നവനാണ് ദൈവം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കുമെന്ന് 41 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. ദരിദ്രരെ സഹായിക്കാത്തവരെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും സഹായിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങളും സദൃശ്യവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അവ ഞാൻ വായിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. സദൃശവാക്യം 14:31 ഇങ്ങനെ വായിക്കുന്നു: എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ഇനി സദൃശവാക്യം 21:13: എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കുകയില്ല. സദൃശവാക്യം 28:27: ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകില്ല, കണ്ണടച്ച് കളയുന്നവനോ ഏറിയൊരു ശാപമുണ്ടാകും. സദൃശവാക്യം 19:17: എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, ഇതൊക്കെ പഴയ നിയമത്തിലല്ലേ? പുതിയ നിയമത്തിൽ കൃപയാലാണ് രക്ഷ. അതുകൊണ്ട് പ്രവൃത്തികൾ, സൽപ്രവൃത്തികളുടെ ഒരു ആവശ്യവുമില്ലെന്ന് അവർ പറയും. കൃപയാലുള്ള രക്ഷയെക്കുറിച്ച് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിലാണല്ലോ നാം വായിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ, അതായത് സൽപ്രവൃത്തികൾ, മുന്നൊരുക്കിയിരിക്കുന്നു. ഇവിടെ ദൈവം നമ്മെ രക്ഷിച്ചത് സൽപ്രവൃത്തികൾക്കായിട്ടാണ് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കും. പുതിയ നിയമത്തിൻ്റെ ഉപദേശമാണിത്. സൽപ്രവൃത്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ദരിദ്രരെ സഹായിക്കുന്നതിനെപ്പറ്റി കൂടിയാണ്. നമ്മുടെ കർത്താവ് അങ്ങനെയാണ് മാതൃക നമുക്ക് കാണിച്ചു തന്നത്. യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും പണസഞ്ചി ഇസ്കൊരിയോത്ത യൂദാവിൻ്റെ കൈവശമായിരുന്നല്ലോ. ആ പണസഞ്ചിയിൽ നിന്നും 2 ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പണം എടുത്തിരുന്നുള്ളൂ. അതെന്താണെന്ന് യോഹന്നാൻ 13-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കൂ. പണസഞ്ചി യൂദയുടെ പക്കൽ ആകയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. അപ്പോൾ 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് യേശു പണം ഉപയോഗിച്ചത്. 1, വേണ്ടുന്ന സാധനങ്ങൾ മേടിക്കുക, ആവശ്യങ്ങൾ. 2, ദരിദ്രന്മാർക്ക് കൊടുക്കുക.
ഈ 2 ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് യേശു പണം ഉപയോഗിച്ചത്. ദരിദ്രരെ പണം ഉപയോഗിച്ചും യേശു സഹായിച്ചിരുന്നു. ഇത് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരുടെയും സ്വഭാവമായിരിക്കണം. തിരിച്ചു ഉപകാരം ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നവരെയോ നമ്മുടെ സഭയിൽ വരുന്നവരെയോ ഒക്കെ ആണെങ്കിൽ നാം സഹായിക്കും. പക്ഷേ ഇതൊന്നുമില്ലാത്തവരാണെങ്കിലോ അവരെ സഹായിക്കണമെന്നാണ് യേശു പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നവർക്ക് നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ പ്രതിഫലം ലഭിക്കും. എന്ന് വച്ചാൽ അതിൻ്റെ പ്രതിഫലം ഈ ലോകത്തല്ല എന്ന് സാരം. നിത്യതയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും എല്ലാം പാടുകയും പ്രസംഗിക്കുകയും ചെയ്താൽ മാത്രം പോരാ. നിത്യതയിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യുകയും വേണം. യേശു പരീശ പ്രമാണിയോട് പറഞ്ഞത് കേട്ട ഒരാൾ, അയാൾ പന്തിക്കിരിക്കുകയായിരുന്നു, അയാൾ പറഞ്ഞു, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് യഹൂദന്മാരുടെ പ്രത്യാശയായിരുന്നു. ദൈവരാജ്യത്തിൽ ഒരു വിരുന്നിൽ എല്ലാവരും പങ്കെടുക്കും. അത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണെന്ന് എന്നും യഹൂദന്മാർ കരുതിയിരുന്നു. ആ കാര്യമാണ് അയാൾ യേശുവിനോട് പറഞ്ഞത്. ഇതിൻ്റെ പ്രതികരണമായിട്ടാണ് യേശു ഒരു ഉപമ പറഞ്ഞത്. ആ ഉപമ 16 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. ഒരു മനുഷ്യൻ വലിയ ഒരു അത്താഴം ഒരുക്കി. ആ മനുഷ്യൻ വളരെ ധനികനായിരുന്നു. ആ വിരുന്നിൻ്റെ തീയതി നിശ്ചയിച്ചു. തൻ്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളവർക്കെല്ലാം നേരത്തെ തന്നെ ക്ഷണം അയച്ചിരുന്നു. അവർക്കെല്ലാം അവരുടെ കലണ്ടറിൽ ഈ അത്താഴ വിരുന്നിൻ്റെ തീയതി കുറിച്ചിടാൻ സമയം കൊടുത്തു. വിരുന്നിൻ്റെ അന്ന് സദ്യ തയ്യാറായിരിക്കുന്നു എന്നറിയിക്കാൻ ദാസന്മാരെ ക്ഷണിക്കപ്പെട്ടവരുടെ അടുത്തേക്ക് അയച്ചു. അതായിരുന്നു ആ നാട്ടിലെ രീതി. ആദ്യം ക്ഷണിക്കും, പിന്നെ ആ ദിവസം ദാസന്മാരെ അയക്കും. പക്ഷേ ആ ദിവസം ക്ഷണിക്കപ്പെട്ടവർ ഒന്നൊന്നായി ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി. വിരുന്നിന് വരാതിരിക്കാനുള്ള കാരണങ്ങളല്ല അവർ പറഞ്ഞത്, ഒഴികഴിവുകളായിരുന്നു. കാരണം ഈ വിരുന്നിൽ പങ്കെടുക്കേണ്ട എന്നവർ മനസ്സിൽ തീരുമാനിച്ചുറച്ചിരുന്നു. ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കുന്നവരെക്കുറിച്ചാണല്ലോ ആ മനുഷ്യൻ യേശുവിനോട് ചോദിച്ചത്. അതിന് മറുപടിയായി യേശു പറഞ്ഞ ഉപമയാണിത്. ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കേണ്ടവർ അനേകരുണ്ട്. അവർക്കാണ് ആദ്യം അവസരം ലഭിച്ചത്. ആ നാട്ടിലെ ഏറ്റവും ധനികനായ വ്യക്തി നടത്തുന്ന വിരുന്ന് തീർച്ചയായും നല്ലതായിരുന്നു. പക്ഷേ ആളുകൾ ഈ സന്തോഷം അനുഭവിക്കാതെ പോകുന്നത് അവർക്ക് അവസരമില്ലാഞ്ഞിട്ടല്ല, മനസ്സില്ലാഞ്ഞിട്ടാണ്. അവരുടെ ഒഴികഴിവുകളിൽ നിന്നും അവരുടെ മനോഭാവം നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമൻ പറയുന്നു, അയാളൊരു നിലം വാങ്ങിയിരിക്കുന്നു, അത് കാണാൻ പോകുന്നു പോലും. ആരെങ്കിലും കാണാതെ ഒരു സ്ഥലം വാങ്ങുമോ? ഇനി അഥവാ ഒരു നിലം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും അത് പോയി കാണാമല്ലോ. അതൊന്നുമല്ല കാരണം. അത്താഴത്തിൽ പങ്കെടുക്കാതിരിക്കാൻ അയാൾ ഒരു ഒഴികഴിവ് അന്വേഷിച്ചു, അത് കണ്ടെത്തി, അത്ര തന്നെ. ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആളുകൾ നഷ്ടപ്പെടുത്താൻ കണ്ടെത്തുന്ന വെറും ബാലിശ്യമായ ന്യായങ്ങൾ. രണ്ടാമൻ പറയുന്നു, 5 ഏർ കാളയെ വാങ്ങി, അത് നോക്കാൻ പോകണമെന്ന്. വാങ്ങിയ കാളയെ ഇനി പരിശോധിച്ചിട്ട് എന്ത് കാര്യം? കാണാതെ ആരെങ്കിലും കന്നുകാലിയെ വാങ്ങുമോ? ദാനം കിട്ടിയ പശുവിൻ്റെ വായിൽ പോലും പല്ല് പരിശോധിക്കുന്നവരാണ് മനുഷ്യർ. ഇയാൾ പറയുന്നതും വെറും മുട്ടാപ്പോക്കാണ്. അയാൾക്ക് അത്താഴ വിരുന്നിൽ പങ്കെടുക്കേണ്ട. മൂന്നാമൻ പറയുന്നു, അവനിപ്പോൾ കല്യാണം കഴിച്ചതേ ഉള്ളൂ, വരാൻ പറ്റില്ലത്രേ. പുതുതായി വിവാഹിതരായവർക്ക് അത്തരത്തിലുള്ള ഒരു സദ്യയിൽ പങ്കെടുക്കുന്നത് ഒരു നല്ല അവസരമാണ്. തൻ്റെ ഭാര്യയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനുള്ള സുവർണാവസരം. പക്ഷേ അയാൾ പറയുന്നു, കല്യാണം കഴിച്ചതുകൊണ്ട് സദ്യയ്ക്ക് വരാൻ സാധിക്കില്ലെന്ന്. എന്താണ് യേശു ഈ കഥയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്? ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കാൻ വേണ്ടതെല്ലാം ദൈവം ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ആത്മീക കാര്യങ്ങളിൽ ആളുകൾക്കുള്ള താല്പര്യമില്ലായ്മയാണ് പ്രശ്നം. ഈ ഭൂമിയിലുള്ള നശ്വരങ്ങളായ കാര്യങ്ങൾ, നിലവും കാളയും വിവാഹാഘോഷവുമാണ് ദൈവരാജ്യത്തേക്കാൾ ആളുകൾക്ക് പ്രധാനം. അതുകൊണ്ടവർ വളരെ പ്രാധാന്യമുള്ള ആത്മീയ കാര്യങ്ങളെ ഓരോ ഒഴികഴിവുകൾ പറഞ്ഞ് ഒഴിവാക്കുന്നു.
അവർക്കൊരിക്കലും പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത അവസരങ്ങളാണ് പണത്തിന് വാങ്ങാവുന്ന സാധനങ്ങൾക്ക് വേണ്ടി അവർ നഷ്ടമാക്കുന്നത്. ഇത് എല്ലാ കാലത്തും സത്യമാണ്, ഇന്നും സത്യമാണ്. എല്ലാ മനുഷ്യരും ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആരും നശിച്ചു പോകരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവം എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് രക്ഷാമാർഗം ഒരുക്കിയത്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി മരിക്കാൻ ദൈവം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശുവിൻ്റെ ക്രൂശിലെ മരണം മനുഷ്യരുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയായിരുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവം പാപമോചനവും നിത്യജീവനും നൽകും. യോഹന്നാൻ്റെ സുവിശേഷം 3:16 നാം അങ്ങനെയാണല്ലോ വായിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്നാൽ ദൈവം നൽകുന്ന ഈ സൗജന്യമായ അനുഗ്രഹങ്ങൾ ആളുകൾ വെറുതെ നിരാകരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ അനുഗ്രഹങ്ങൾ സൗജന്യമാണ് എന്നതാണ്. എനിക്കാരുടെയും ഔദാര്യം വേണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന മനോഭാവം. ഇത് അഹങ്കാരമാണ്. ദൈവവചനമായ ബൈബിൾ പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവമാണത് പറഞ്ഞത്. പക്ഷേ മനുഷ്യൻ പറയുന്നു, ഞാൻ നല്ലവനാണ് എന്ന് വെച്ചാൽ ദൈവം എന്നെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. ദൈവത്തെക്കാൾ നന്നായി എനിക്കാണ് കാര്യങ്ങൾ അറിയാവുന്നത് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ദൈവത്തെക്കാൾ നന്നായി കാര്യങ്ങൾ എനിക്കറിയാം എന്ന് പറയുന്നത് അഹങ്കാരമല്ലാതെ മറ്റെന്താണ്? വിരുന്നൊരുക്കി കാത്തിരിക്കുന്നയാൾ പറയുന്നു, എല്ലാം തയ്യാറായിരിക്കുന്നു, വന്ന് വിരുന്നിൽ പങ്കെടുക്കൂ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവരുടെ അഹങ്കാരം ആ വിരുന്ന് ആസ്വദിക്കാൻ അവരെ അനുവദിക്കുന്നില്ല. ക്ഷണിക്കപ്പെട്ടവരുടെ പ്രതികരണങ്ങൾ കേട്ട ഉടൻ തന്നെ യജമാനൻ കോപിച്ചു. അദ്ദേഹത്തിന് ഒഴിവ് കഴിവുകൾ പറഞ്ഞവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലായി. ആ യജമാനൻ തൻ്റെ ദാസന്മാരെ വിരുന്നിന് ക്ഷണം ലഭിക്കാത്തവരുടെ അടുത്തേക്ക് അയക്കുകയാണ്. ക്ഷണം ലഭിക്കാത്തവരെ നിർബന്ധിച്ച് വിരുന്നിന് കൊണ്ടുവരുവാൻ യജമാനൻ ദാസന്മാരോട് പറഞ്ഞു. ക്ഷണിക്കപ്പെട്ടവരോട് നിർബന്ധിക്കുവാൻ യജമാനൻ പറഞ്ഞില്ല. അവരെ നിർബന്ധിക്കാൻ യജമാനൻ ദാസന്മാരോട് പറയാതിരുന്നതിൻ്റെ കാരണം അവർക്ക് ക്ഷണം നേരത്തെ ലഭിച്ചിട്ടും അവർ അത് നിരസിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് യജമാനൻ അവരോട് കോപിച്ചിരിക്കുന്നു. അവരുടെ അവസരം അഹങ്കാരം മൂലം നഷ്ടപ്പെട്ടിരിക്കുന്നു. യേശു ഈ ഉപമ പറഞ്ഞത് യഹൂദന്മാരോടാണ്. അവരായിരുന്നു ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ന്യായപ്രമാണവും പ്രവാചകന്മാരും വാഗ്ദത്തങ്ങളും അവരുടേതായിരുന്നു. അതിൽ യഹൂദന്മാർ അഹങ്കരിച്ചിരുന്നു. യഹൂദന് പല വാഗ്ദത്തങ്ങളും ദൈവം നൽകിയിരുന്നു. എന്നാൽ ആ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാഗ്ദത്തം മിശിഹ, ദൈവപുത്രൻ, ക്രിസ്തു അവരുടെ ഇടയിൽ ജനിക്കും എന്നതായിരുന്നു. നിന്റെ നിമിത്തം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന വാഗ്ദത്തം ദൈവം അബ്രഹാമിന് നൽകിയിരുന്നു. ആ വാഗ്ദത്തം നിറവേറുന്നത് മിശിഹയിലൂടെയാണ്. ഇതെല്ലാം വർഷങ്ങൾക്ക് മുൻപേ തിരുവെഴുത്തുകളിലൂടെയും പ്രവാചകന്മാരുടെ വാക്കുകളിലൂടെയും ദൈവം ഇസ്രായേൽ മക്കളോട് അറിയിച്ചിരുന്നതാണ്. അവസാനം കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ, അതായത് മിശിഹയെ, ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് അയച്ചു. തൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം നിവൃത്തിയായി. എന്നാൽ ദൈവം ഒരുക്കിയ ഈ രക്ഷാമാർഗത്തെ അംഗീകരിക്കുവാൻ യഹൂദന്മാർ തയ്യാറായില്ല. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായോരോ അവനെ കൈക്കൊണ്ടില്ല. ദൈവം പ്രാഥമികമായി യഹൂദന്മാർക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാപദ്ധതിയെ യഹൂദന്മാർ തന്നെ തള്ളിക്കളഞ്ഞു. യേശുവിനെ വിശ്വസിക്കാതിരിക്കാൻ യഹൂദന്മാർ കാരണങ്ങളല്ല കണ്ടെത്തിയത്, ഒഴികഴിവുകളായിരുന്നു. മിശിഹ ഗലീലയിൽ നിന്നാണോ വരുന്നത്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മോടൊപ്പമില്ലേ? ഇവൻ ശബത്ത് ലംഘിക്കുന്നു.
ഇവൻ തിന്നിയും കുടിയനും പാപികളുടെ സ്നേഹിതൻ. ഇവൻ പിതാക്കന്മാരുടെ സമ്പ്രദായങ്ങളെ ലംഘിക്കുന്നു. പാപമോചനം കൊടുക്കുന്ന ഇവനാരാ? ആകാശത്തു നിന്നും ഒരു അടയാളം കാണിക്കാമോ? ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇതൊക്കെ യഹൂദന്മാർ യേശുവിനോട് പറഞ്ഞ ചില ഒഴികഴിവുകളാണ്. കോപിഷ്ഠനായ യജമാനൻ വിരുന്ന് വേണ്ടെന്ന് വെച്ചില്ല. ഒരു യോഗ്യതയും ഇല്ലാതിരുന്നവരെ വിളിച്ചുകൊണ്ടുവന്നു. യജമാനൻ്റെ ദാസന്മാർ വഴിയിൽ കണ്ടവരെ എല്ലാം അകത്തു വരുവാൻ നിർബന്ധിച്ചു. വിരുന്നിന് ഔദ്യോഗിക ക്ഷണം നേരത്തെ ലഭിക്കാത്തവരെ കൊണ്ട് ആ വിരുന്നുശാല നിറഞ്ഞു. യജമാനൻ ഒരുക്കിയ വിശേഷപ്പെട്ട വിരുന്ന് വെറുതെ ആയില്ല. അർഹതയില്ലാത്തവരെ കൊണ്ട് ആ വിരുന്നുശാല നിറഞ്ഞു. ദൈവരാജ്യത്തിൽ പന്തിയിലിരുന്ന് ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാനാണെന്ന് പന്തിയിലുണ്ടായിരുന്ന ഒരാൾ യേശുവിനോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്നാൽ യേശു തൻ്റെ ഉപമയിലൂടെ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അഹങ്കാരം മൂലം ദൈവം നൽകിയ അമൂല്യങ്ങളായ അവസരങ്ങൾ പാഴാക്കിയ യഹൂദന്മാർ. ഇത് ആരുടെ ജീവിതത്തിലും സംഭവിക്കാം. ദൈവം സ്വർഗീയമായ അനുഗ്രഹങ്ങൾ സൗജന്യമായി നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്. അതിനു വേണ്ട ചെലവെല്ലാം ദൈവം ചെയ്തു. മനുഷ്യൻ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിക്കുക മാത്രം ചെയ്താൽ മതി. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്നും ആളുകൾ ഒഴികഴിവുകൾ, എക്സ്ക്യൂസസ് അവ കണ്ടെത്തി ദൈവത്തിൻ്റെ ക്ഷണത്തെ നിരസിക്കുന്നു. ഒഴികഴിവുകൾ അന്വേഷിക്കുന്നവർ അതെപ്പോഴും കണ്ടെത്തും എന്നാരോ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. ദൈവത്തെ അനുസരിക്കേണ്ടെന്നും ദൈവത്തിൻ്റെ ആഹ്വാനം നിരസിക്കാമെന്നും തീരുമാനമെടുത്തവർക്ക് ഒഴികഴിവുകൾ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. താങ്കൾക്കൊരിക്കലും സുഹൃത്തെ അത്തരത്തിൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കട്ടെ. രണ്ടാമതായി, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും വാഗ്ദത്തങ്ങൾക്കും ഒരു സാധ്യതയുമില്ലാതിരുന്നവർ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും പൂർണ്ണമായി ആസ്വദിക്കുന്നു. ഒരു സാധ്യ നടക്കുന്നു എന്ന് കേട്ടിട്ട് പോലുമില്ലാത്ത ആളുകളാണ് ആ സാധ്യ ആസ്വദിച്ചത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവർ നിരസിച്ചതുകൊണ്ട് യഹൂദന്മാരല്ലാത്തവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപ, അർഹതയില്ലാത്തവരോട് ദൈവം ചെയ്ത ഉപകാരം, അതാണ് ഈ കഥയിലൂടെ യേശു പറയാൻ ശ്രമിച്ച രണ്ടാമത്തെ സത്യം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിരസിക്കുന്നവർ ദൈവത്തിന് ഒരു നഷ്ടവും വരുത്തുന്നില്ല. വിരുന്നൊരുക്കിയ യജമാനന് തൻ്റെ ചിലവെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ആരും ഒരിക്കലും ചിന്തിക്കില്ല. കാരണം താൻ ഒരുക്കിയ വിരുന്ന് ആസ്വദിക്കാൻ വന്നവർ അവർ അയോഗ്യരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ യജമാനനോട് ഏറ്റവും നന്ദിയും കൂറും കാണിക്കും. പ്രിയ സുഹൃത്തേ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാതിരിക്കാൻ താങ്കളും ഒഴികഴിവുകൾ കണ്ടെത്തുന്നവനാണോ? അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകുവാൻ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും വിശ്വാസത്താൽ ആസ്വദിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ നമ്പർ 07247291191. നമ്പർ ഒരിക്കൽ കൂടി 07247291191. ഞങ്ങളുടെ വിലാസം വചനദീപം, പോസ്റ്റ് ബോക്സ് നമ്പർ 2566, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി വചനദീപം, പോസ്റ്റ് ബോക്സ് നമ്പർ 2566, ബാംഗ്ലൂർ 25. വചനദീപം